പ്രൈസ് ഗോഡ്. 34 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യത്തിൽ നാം വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നവർ പലരും നമ്മെ വിട്ട് അകന്നു പോകുമ്പോൾ നമ്മുടെ ഫോക്കസ്, നമ്മുടെ നോട്ടം കർത്താവിലേക്കാണെങ്കിൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോവുകയില്ല. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ, എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് നമ്മൾ കുഴങ്ങിയിരിക്കുന്ന സാഹചര്യങ്ങളിൽ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അരുളി ചെയ്ത കർത്താവ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് അരുളി ചെയ്ത കർത്താവ് നമുക്ക് പോകേണ്ടുന്ന വഴി കാണിച്ച് നമുക്ക് വ്യക്തമായ ഗൈഡൻസ് നൽകി തരുവാനിടയായിത്തീരും. പോകേണ്ടുന്ന വഴിയെ, ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ, സംസാരിക്കേണ്ട കാര്യങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണമെന്ന് സ്പഷ്ടമായി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പനാലും അമ്മയാലും ഉപേക്ഷിക്കപ്പെട്ട്, സഹോദരങ്ങളാൽ തള്ളപ്പെട്ട്, ആടുകളെ മേയ്ക്കുവാൻ വനാന്തരങ്ങളിലായിരുന്ന ദാവീദ് ആരുമില്ലാതെ ഏകനായിരുന്ന സാഹചര്യങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. 121 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നമുക്ക് വേറെ എങ്ങു നിന്നും ഒരു സഹായം, അതുപോലൊരു സഹായം എങ്ങു നിന്നും ആരിൽ നിന്നും ലഭിക്കുകയില്ല. നമ്മൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവ് നമ്മെ സഹായിക്കാൻ ഇടയായിത്തീരും. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതു ഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. അവൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമ്മെ പാലിക്കുന്ന, നമ്മെ മാനിക്കുന്ന, നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യസനങ്ങളെ മാറ്റി സന്തോഷം ഒടിപ്പിക്കുന്ന, ആനന്ദ തൈലം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്യുന്ന ആ സർവശക്തനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നുവെങ്കിൽ ഒരിടത്തും തലകുനിച്ചു പോകുവാൻ, ലജ്ജിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തിരുസനിലേക്ക് കടന്നു വരുന്ന കർത്താവെ, എന്നെ കേൾക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ എല്ലാ വഴികളിലും കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഓർത്ത് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവിന്റെ പ്രവൃത്തി അയക്കണം. കർത്താവ് തലമുറകളുടെ മേൽ കർത്താവ് വിടുതലയക്കണം. അവരുടെ വിദ്യാഭ്യാസം, ജോലി, ആയുസ്, ആരോഗ്യം എല്ലാം അനുഗ്രഹിക്കണം. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സൗഖ്യം, സൂപ്പർ നാച്ചുറൽ ഹീലിംഗ് കർത്താവരുടെ മേൽ പകരണം. കർത്താവെ, ഹല്ലേലൂയ, ഏത് വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുന്നുവോ പ്രാർത്ഥിക്കുന്നു, അതിനുമെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി അയക്കണം. കർത്താവിന്റെ എല്ലാ അനുഗ്രഹങ്ങളാലും ജനത്തെ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോകേണ്ടുന്ന വഴിയെ, ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കണം. തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ, ആമേൻ.